പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് അനീനോട് പറയുന്നുണ്ടായിരുന്നു, നന്ദുവിൻ്റെ പിറകെ നടന്നതിന് ഇളയച്ചൻ നിൻ്റെ കർണത്ത് അടിച്ചതാണ്. ഇനി നീ നന്ദുവിൻ്റെ പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കും എന്ന് പറഞ്ഞിട്ട് ആദർശ് ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പം നയനിയും അനിയുടെ മുഖത്തേക്ക് കുറച്ച് ദേഷ്യത്തിൽ അങ്ങ് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പം അനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ആരെൻ്റെ കർണത്ത് അടിച്ചാലും എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ അനി മനസ്സിലോർക്കുകയാണ്. പിന്നീട് നന്ദു ഫ്രണ്ട്സിനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ അവരാണെങ്കിലും ഇനിയിപ്പോൾ SI ആവാൻ പോകുന്ന ആളാണല്ലോ, അപ്പോൾ ഹെൽമെറ്റ് ഇടാതെ ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ പെറ്റിയൊന്നും അടിച്ചേക്കരുത് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല, തെറ്റാര് ചെയ്താലും എൻ്റെ അച്ഛനായാൽ പോലും ഞാൻ നടപടിയെടുക്കും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന നന്ദുവിൻ്റെ ഫ്രണ്ട്സിൽ ഒരുത്തൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്കായിരിക്കും പണി കിട്ടാൻ പോകുന്നത്, അവൻ നിൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്താൽ നീ അവനെ ലോക്കപ്പിൽ കയറ്റുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു ചോദിക്കും, നിങ്ങൾക്കൊക്കെ അവനെ ഒന്ന് പറഞ്ഞ് തിരുത്തിക്കൂടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവനെ എന്തിനാ പറഞ്ഞു തിരുത്തുന്നത്, നിനക്കും അവനോട് സ്നേഹം തന്നെയാണല്ലോ, അത് ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അതൊക്കെ മാറിയെന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും അവർ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് രണ്ടുപേർക്കും സ്നേഹം തന്നെയാണെന്ന് പറയും. പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സർവീസിൽ കയറുന്നതിന് മുന്നേ ചിലരെയൊക്കെ ഒന്ന് കാണാനുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദുവിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതാണല്ലോ, വേണു പറഞ്ഞിട്ടാണല്ലോ മധു സാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയ ട്രെയിനർക്ക് നീ കൊടുത്തതല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ കൊടുത്തതാണ്, പക്ഷേ അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ച ഒരാളുണ്ടല്ലോ, അവർക്കിട്ട് എന്തായാലും കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇപ്പം തന്നെ പോകാമെന്ന് പറയുമ്പോൾ അത് വേണ്ടാന്ന് നന്ദു പറയുകയാണ്. നമ്മൾ സാധാരണ പോകുന്ന പോലെ രാത്രി പോയാൽ മതി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ അനാമികയുടെ വീടിൻ്റെ മതിലൊക്കെ ചാടിക്കടന്ന് അവർ 3 പേരും കൂടെ അനാമികയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വാതിലൊക്കെ കുത്തി തുറന്നിട്ടാണ് കേട്ടോ കയറുന്നത്. എന്നിട്ട് അവരെ എണീറ്റ് വരാൻ വേണ്ടിയിട്ട് നന്ദു ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വേണു ഉണരുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും നല്ല ഉറക്കമായിരിക്കും. വേണു രേവതിനെ വിളിക്കുകയാണ്, നീ എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ, പുറത്താരോ തട്ടുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ശരിയാണല്ലോ എന്ന് പറയും. പിന്നെ രണ്ടും കൂടെ എണീറ്റ് വാതിലൊക്കെ തുറന്ന് ഇറങ്ങുന്നുണ്ട്. ആ സമയത്താണ് രേവതി പറയുന്നത്, ആ പെണ്ണ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ അവളായിരിക്കുമോ എന്നിങ്ങനെ പറയേ. അപ്പോൾ വേണുവിന് പേടിയാവുന്നുണ്ട്. അപ്പോൾ വേണു പറയും, അത് ഞാൻ ഓർത്തില്ല, നമുക്ക് റൂമിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അവർ റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സും കൂടെ വന്നിട്ട് രണ്ടാൾക്കും നന്നായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ വേണുവിനെയാണ് അവരെ നോക്കി നന്നായിട്ട് അടിക്കുന്നത്. നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കയ്യിലെന്തോ അവരുടെ കയ്യിലാണെങ്കിലും മരത്തിൻ്റെ എന്തോ വടി എന്തോ ഉണ്ട് കേട്ടോ, അത് വെച്ചിട്ട് വേണുവിന് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. പിന്നീട് രാവിലെയാണ് നയന മുത്തശ്ശിക്കും ചായ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം മുത്തശ്ശൻ ഇങ്ങനെ നയനയോട് പറയുന്നുണ്ടായിരുന്നു, രാവിലെ ചായയായിട്ട് വന്ന മരുമകൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറയും കേട്ടോ. നന്ദുവിന് അവിടെ അടുത്തുള്ള സ്റ്റേഷൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണ്. അപ്പം നയനിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മോൾക്ക് സന്തോഷമായില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, അവൾക്ക് അടുത്തുള്ള സ്റ്റേഷനിൽ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളത് എന്ന് പറയൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മുത്തശ്ശനെ ശല്യമൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ആരോടും ശുപാർശ ചെയ്യാത്തതാണ്, പക്ഷേ മോളുടെ അനിയത്തിയുടെ കാര്യം ആയതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയുകയാണ്. പിന്നീട് മുത്തശ്ശിയാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, മോളുടെ മനസ്സ് ഞങ്ങൾക്ക് അറിയാലോ, ഇയാളാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് അതിനോട് പറയാൻ കേട്ടോ മുത്തശ്ശിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഞാൻ കനകേനെ വിളിച്ചായിരുന്നു, കനകയ്ക്ക് നല്ല പേടിയുണ്ട് നന്ദുവിൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, അവൾക്ക് ഇങ്ങനെ കുറച്ച് എടുത്തുചാട്ടുള്ളതാണല്ലോ, അവൾ തെറ്റ് കണ്ടാൽ ഇങ്ങനെ മുന്നും പിന്നൊന്നും നോക്കില്ല, പ്രതികരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അത് തെറ്റായൊരു സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടല്ലോ വീട്ടിലുള്ളവരെ തന്നെ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ നടക്കുന്നവരെ, അപ്പം അങ്ങനെയുള്ളവരോട് ഇങ്ങനെയൊക്കെ പെരുമാറണം, അവരുടെ മുന്നിൽ പിടിച്ച് നിൽക്കണ്ടേ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി, നന്ദുവിന് അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞാൽ അങ്ങനെ ചായക്ക് കൊടുത്ത് നയന അവിടുന്ന് പോവാണ്. പിന്നെ അതിനുശേഷമാണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നന്ദുവിന് പറ്റിയ ജോലി തന്നെയാണ് അവൾ തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, ആ മെഡിക്കിനെ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നടക്കാത്ത കാര്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, അനി അനാമികയും തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ കൂടി വരികയാണ്, അത് നമ്മളിങ്ങനെ കുടുംബ കോടതിയിൽ എത്തിക്കാൻ വേണ്ടി നോക്കരുത്, ഉടനെ തന്നെ അതിനൊരു പരിഹാരം കാണണം എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശിനോട് പറയുന്നത്. അതിനുശേഷം നന്ദു പുറത്ത് പോകാനായിട്ട് വരികയാണ്. അപ്പോൾ ഗോവിന്ദൻ എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് നടന്നിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ അനി ഉണ്ടായിരിക്കരുത് എന്ന് പറയും കേട്ടോ.
അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ആ ഒരു ടെൻഷനാണ്. അപ്പോൾ അനീനെ കണ്ടാലും ഞാൻ മുഖം തിരിച്ച് നടന്നോളാം എന്നൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണല്ലോ. ആ സമയത്താണ് കനക അവിടേക്ക് ഓടി വന്നിട്ട് പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞ് നന്ദുവിനെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് നന്ദുവിനോടും പറയുന്നുണ്ടായിരുന്നു, നന്ദൂട്ടൻ ഇനിയിപ്പോൾ എവിടെയാണ് SI ആയി ചാർജ് എടുക്കാൻ പോകുന്നതെന്ന് അറിയുമോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഇവിടെ അടുത്തുള്ള സ്റ്റേഷൻ തന്നെയാണ്, ഇപ്പോൾ നൈനമോള് വിളിച്ച് പറഞ്ഞതാണെന്ന് പറയട്ടെ. അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ മുത്തശ്ശൻ്റെ ഒരു സംഭവം തന്നെയാണ് എന്ന് പറയൂ. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ പറയാണ്, സാധാരണ ആദർശൻ്റെ മുത്തശ്ശൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ശുപാർശ ചെയ്യാത്താണല്ലോ എന്ന് പറയുമ്പോൾ, അത് നയനേച്ചി എന്ത് പറഞ്ഞാലും മുത്തശ്ശൻ എങ്ങനെ അനുസരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നന്ദു ഗോവിന്ദനോട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ദൂരെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്, മോൾക്ക് അടുത്ത് എവിടെയെങ്കിലും കിട്ടണം എന്നായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്കിങ്ങനെ മോൾക്ക് കുറച്ച് ദൂരെ കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അതാവുമ്പോൾ ഞങ്ങൾക്കും കൂടെ മോളുടെ കൂടെ വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യാലോ, അനീനെ കാണാനും ഒന്നുള്ള അവസരം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമുക്കിങ്ങനെ നമ്മുടെ മൂത്ത മരുമകനെ എടുത്ത് തന്ന വീട്ടിൽ നിൽക്കുകയും വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, എന്തിനാ അച്ഛാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ എന്തായാലും അനി അതുപോലെ തന്നെ നന്ദും തമ്മിൽ അടുക്കും എന്നുള്ളൊരു പേടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അനീനെ കണ്ടാലും മുഖം തിരിച്ച് നടന്നോളാം, ഇനി എന്തായാലും ഞാനും അനിയും തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത്രയും പോരെ എന്ന് പറഞ്ഞിട്ട് നന്ദു ഇവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു കനകേനോട്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് തന്നെയാണെന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ കടയൊക്കെ അടച്ചിടേണ്ടി വരില്ലേ എന്ന് കനക ചോദിക്കുന്നുണ്ട്. കടയൊക്കെ കുറച്ച് ദിവസം ഇങ്ങനെ അടച്ചിടേണ്ടി വരും, അത് സാരമില്ല, എന്നാലും അനിയും നന്ദും തമ്മിൽ കാണുന്നത് ഒഴിവാക്കാലോ എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് കനക പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും ഇനി നന്ദൂട്ടനെ ആ വീട്ടിലേക്ക് പറഞ്ഞ് അയക്കാനുള്ള ഇതൊന്നും എനിക്കില്ല, അത്രയ്ക്കും മനസ്സ് മരവിച്ച് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നയന ദേവയാനിയോട് ഈ കാര്യം വന്ന് പറയുന്നുണ്ടായിരുന്നു, നന്ദുവിനെ അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവൾക്കുള്ളൊരു നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം, അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നിങ്ങനെ ദേവയാനി നയനയോട് പറയുമ്പോൾ, എന്തിനാ വേറെ പയ്യനെ ആക്കുന്നത്, ഇവിടെ തന്നെ ഒരു പയ്യനുണ്ടല്ലോ, അവനെ തന്നെ അങ്ങ് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അനാമിക അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം ഇപ്പോൾ അവൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നയനയോട് പറയും, നീ അറിഞ്ഞു കാണും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും അവളുടെ കൂട്ടുകാരെയും കൂട്ടി എൻ്റെ അച്ഛനെയും അമ്മേനെയും വീട്ടിൽ കയറി തല്ലി എന്ന് പറയട്ടോ. നയനയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അപ്പം നീ എന്താ പറയുന്നതെന്ന് ചോദിക്കും. അപ്പം നിങ്ങളൊന്നും അറിയാത്ത പോലെ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അനാമിക ദേഷ്യപ്പെടുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് അവൾ ഇങ്ങനെ വീട്ടിൽ കയറി തല്ലുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അവളെ തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ദേവയാനി. അപ്പോൾ അവളെ എങ്ങനെ അറിയാം, രാത്രി ഇങ്ങനെ മുഖം മറച്ചല്ലേ അവൾ വരുന്നത് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കേസ് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതുവരെ കേസൊന്നും കൊടുത്തില്ല, ഇനിയിപ്പോൾ അത് വേണ്ടി വരും എന്ന് അനാമിക പറയുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞ ദേഷ്യത്തിൽ അനാമിക അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ നയനയോടാണെങ്കിലും ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദു ആണോ അവരെ കയറി തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല എന്ന് അതുപോലെ തന്നെ നയനയും തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവരെങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്ദു ആണ് അവരെ തല്ലിയെന്നുണ്ടെങ്കിൽ അവളുടെ ജോലിനെ അത് ബാധിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി. അനാമിക വീട്ടിലേക്ക് പോകാനായിട്ട് വരുന്ന സമയത്ത് അനിയാണെങ്കിൽ അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നീ അങ്ങ് ചിരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീനോടും ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് വെറുതെ ചിരിക്കാൻ വേണ്ടിയിട്ട് ഭ്രാന്തൊന്നുമില്ല, നിനക്കാണ് അതുള്ളത്, നീ അതിന് പോയി ചികിത്സിക്കുക എന്ന് പറഞ്ഞിട്ട് അനി നന്നായിട്ട് തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. നീ അറിഞ്ഞു കാണും, നിന്റെ കാമുകി വിളിച്ച് പറഞ്ഞു കാണുമല്ലോ, അവൾ വീണ്ടും എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ അച്ഛനെയും അമ്മേനെയും തല്ലി ചതച്ചു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവളൊന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒന്നും അറിയാത്ത പോലെ നീ ഇങ്ങനെ ഇതാക്കൊന്നും വേണ്ട, എന്നിട്ട് ഇത് അറിഞ്ഞിട്ടും നീ എൻ്റെ കൂടെ എന്നെ വീട്ടിലൊന്ന് കൊണ്ടാക്കി തരാമെന്ന് പോലും നീ പറയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ബന്ധം പിരിയാന്ന് നിൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ അതങ്ങ് ആയിക്കോട്ടെ എന്ന് അനി പറയുകയാണ്. അങ്ങനെ ബന്ധം പിരിയുന്നൊന്നും നീ വിചാരിക്കേണ്ട, അവൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അനാമിക അങ്ങ് ഇറങ്ങി പോകുമ്പോൾ എനിക്കാണെങ്കിലും ചെറിയൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അനാമിക ഒഴിഞ്ഞു പോവില്ല എന്ന് വിചാരിച്ചിട്ടാവാം. അങ്ങനെ അനാമിക വീട്ടിലെത്തിയ ശേഷം നന്ദുവിൻ്റെ അടീനെ കുറിച്ചാണ് കേട്ടോ അവരെല്ലാവരും സംസാരിക്കുന്നത്. അത്രയ്ക്ക് നന്നായിട്ട് തല്ലി ചതച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രേവതിക്ക് നന്നായിട്ടൊന്നും കിട്ടിയിട്ടില്ല, അവരെന്നെയാണ് ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അടിച്ചത് എന്നൊക്കെ വേണു പറയുകയാണ്. അപ്പോൾ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് അനാമിക പറയുന്നുണ്ട്. കേസ് കൊടുക്കാം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അനിയുടെ
വല്യമ്മയ്ക്ക് ഇങ്ങനെ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് നമ്മളാണെന്ന് അവർക്കറിയാം. അതൊക്കെ അവർ പുറത്ത് കൊണ്ടുവരും. പിന്നെ നിനക്ക് അവിടെ നിലനിൽപ്പുണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ എന്നാലും ജീവിക്കണ്ടേ, അവൾ നമ്മളെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിലിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ ആ ദേഷ്യമായിരിക്കും അവൾ തീർത്തത്. അത് അവൾ മനസ്സിലാക്കി കാണും, നമ്മളാണ് അത് ചെയ്യിച്ചത് എന്നുള്ളത് എന്ന് പറയുകയാണ്. ഇങ്ങനെയാണെങ്കിൽ അവൾ ട്രെയിനിങ് പൂർത്തിയാക്കാതെ വന്നിരുന്നെങ്കിൽ നമ്മളെ അവൾ ഇവിടെ കയറി കൊന്നേനെ എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ രേവതി ആണെങ്കിലും. എന്നാലും നമുക്ക് ഒരു വക്കീലിനെ കണ്ട് ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം എന്ന് അനാമിക പറയുകയാണ്. അപ്പോൾ അനി ഈ കാര്യം അറിഞ്ഞോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അനിയനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നെ നാളത്തെ പ്രമോ ആയിട്ട് കാണിക്കുന്നത് വേണു രേവതിയും കൂടെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളോട് കാര്യമൊക്കെ പറയുമ്പോൾ കുടുംബക്കാരാണെങ്കിലും ദേഹം നോവില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു ആണ് കേട്ടോ എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുന്നത്. വേണു ഇതൊന്നും അറിയാതെ രേവതിനോട് പറയുന്നുണ്ടായിരുന്നു, പുതിയതായിട്ട് വരുന്ന എസ് ഐ നമ്മുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു, വല്ല കൈമടക്കൊക്കെ കൊടുത്താലും വേണ്ടില്ല എന്ന് പറയും. പിന്നീട് ജലജേനോട് നന്ദു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല, അങ്ങനെ സ്വഭാവം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളല്ലാതായി പോവില്ലേ എന്ന് പറയട്ടെ. അപ്പോൾ നന്ദു എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നത് നോക്കി ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയാണ് വേണു രേവതി. അപ്പോൾ